ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് മുളകൊക്കെ പൊടിച്ചിട്ട് കൊണ്ടാക്കലാന്ന് വിചാരിച്ചു കേട്ടോ. നമ്മളിവിടെ മുളകൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ടെറസിൻ്റെ മുകളിലും. അപ്പോൾ അതിൽ നിറയെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് അധികം എരിവൊന്നുമില്ല. അപ്പോൾ നമുക്കത് എന്തായാലും പൊട്ടിച്ചിട്ട് മോരിലിട്ടിട്ട് ഉണക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് അത്യാവശ്യം മൂത്തത് തന്നെ നോക്കിയിട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ. മൂത്തതും പഴുത്തതും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇത്രയും മുളകുണ്ട് കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. അത്ര മുളക് പൊട്ടിക്കാൻ എൻ്റെ നമ്മുടെ കൂടെ മുളക് പൊട്ടിച്ചോ? മുളക് പൊട്ടിച്ചോ? പൊട്ടിച്ചറിയോ? ഞാൻ ആൻകുട്ടിക്ക് മുളക് പൊടിക്കണം എന്നൊരാഗ്രഹം കേട്ടോ. അപ്പോൾ അവളോടും പൊട്ടിച്ചോളാൻ പറഞ്ഞു. മുളകുണ്ടാക്കുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളമുളകൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾക്ക് ഇതിൽ പച്ച കളറിലുള്ള മുളകുണ്ട്. ഇത് പൊടിച്ചെടുക്കാം. വെള്ള കളറിലുള്ള മുളക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നീളമുണ്ട് കേട്ടോ. മുളക് നല്ല നീളത്തിനുള്ള മുളകാണ്. എരിവ് വളരെ കുറവാണ്. അപ്പോൾ ഇത്രയും മുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പച്ചയും വെള്ളയൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് മുഴുവനും ഉണ്ടാക്കാനുള്ളതല്ല. നമുക്ക് ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ട് ബാക്കി മാത്രം ആ പഴുത്തതൊക്കെ മാറ്റി വയ്ക്കണം. എന്നിട്ട് ബാക്കി കുറച്ച് ഇടാൻ. നല്ല വെയിലൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ വേഗം ഉണങ്ങി കിട്ടും. പിന്നെ നമുക്ക് കുറച്ച് തക്കാളി പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി പൊട്ടിച്ചെടുക്കാം. ഇനി അത് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കിളികൾ വന്ന് കൊത്തി തിന്നും. മുളകന്നെ പകുതി കിളികൾ വന്ന് കൊത്തി തിന്നിരിക്കണം. അപ്പോൾ ആ പഴുത്ത തക്കാളി ഇങ്ങോട്ട് എടുക്കാം. അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് വഴുതനങ്ങയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വഴുതനങ്ങയൊക്കെ ഞാൻ രാവിലെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 3-4 ചെടിയിൽ നിന്ന് പൊട്ടിച്ചു. അപ്പോൾ അത് നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ വഴുതനങ്ങയും അങ്ങനെ മുളകും തക്കാളിയും ഇന്നത്തെ ഒരു വിളവെടുപ്പായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വഴുതനയും കൂടി ഉണ്ടായിരുന്നു. ഒന്ന് രാവിലെ അതൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് കാണിക്കാതിരുന്നത്. ഇതൊന്നാണ് പൊട്ടിച്ചത്. അതിൽ 4 തെയ്യാണുള്ളത്. അപ്പോൾ ആ 4 തെയ്യൊന്നും കൂടി കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു. ഇത്രയും വെജിറ്റബിൾസ് നമുക്ക് കിട്ടി. ഇനി ഇത് കൊണ്ടുപോയി നമുക്ക് മുളകൊക്കെ നെടുകെ കീറിയിട്ട് മോരിലിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വളം മാത്രം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇതൊക്കെ ഇത്രയും നട്ടുണ്ടാക്കിയത്. ഇത്രയും സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ടെറസിൻ്റെ മുകളിൽ തന്നെ കൊണ്ടുപോയിട്ട് ഉണ്ടാക്കണം എന്ന് പറയുന്നതാണ് ഏറെ ബുദ്ധിമുട്ടുള്ളത്. താഴത്തൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം അത് താഴത്തുണ്ടാക്കാൻ പറ്റാത്തത് വേറെ ഒന്നും കൊണ്ടല്ല. കാനൽ നിറയെ കാനലുമാണ്. അതുമാത്രമല്ല പിന്നെ കോഴിയും മയിലും അതേപോലെ പന്നി ശല്യമൊക്കെ ഭയങ്കരമായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അത് കാരണമാണ് താഴത്ത് മുറ്റത്തൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തത്. പിന്നെ മൊത്തം കാനലുമാണ്. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവരുന്നത്. ഇത്രയും മണ്ണ് ടെറസിൻ്റെ മുകളിലേക്ക് കയറ്റി ചെയ്യാമെന്ന് പറഞ്ഞാലും കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് ബുദ്ധിമുട്ടിയാലും നമുക്ക് നല്ല പച്ചക്കറി കിട്ടുമല്ലോ. നമ്മുടെ ആവശ്യത്തിന് ഇത്രയും നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ മുളകിൻ്റെയൊക്കെ ഇങ്ങനെ നെടുകെ ഒന്ന് കീറി കൊടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പും അതേപോലെ പുളി തൈരിൻ്റെ ആ പുളിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നെടുകെ ഒന്ന് കീറി കൊടുക്കാം. അപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അവർ രണ്ടുപേരും പരീക്ഷയ്ക്ക് പോയിരിക്കുകയാണ്. അനിക്കുട്ടിയും കണ്ണനും കൂടി പരീക്ഷയ്ക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അപ്പോൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അത് ഏകദേശം നമ്മുടെ മുളക് ഇങ്ങനെ കീറലൊക്കെ കഴിഞ്ഞ് നന്നായി കഴുകിയെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ കീറിയിടുന്നത്. നമ്മൾ മരുന്നൊന്നും അടിക്കണില്ല. പക്ഷേ എന്നാലും നന്നായി കഴുകിയൊക്കെ എടുത്തു. എന്നിട്ടാണ് ഇങ്ങനെ നെറുകെ കീറിയിട്ട് വെക്കണത്. അപ്പോൾ അങ്ങനെ ലാസ്റ്റത്തെ മുളകാണ് കേട്ടോ അത്. ലാസ്റ്റത്തെ മുളകും കൂടി കീറിയിടാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് തൈരിലിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരുന്നിരുന്ന് ക്ഷീണിച്ച് പോയി. മുളക് കീറലൊക്കെ കഴിഞ്ഞു. നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈര് തന്നെയാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ വേനൽക്കാലമൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് പാലൊക്കെ ഒഴിച്ച് വെച്ചിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന തൈരാണ്. അപ്പോൾ അത് ആവശ്യത്തിന് നല്ല പുളിയുള്ള മോരാണ്. അപ്പോൾ ആവശ്യത്തിന് ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് നന്നായി ഉപ്പിടുക. നന്നായി ഉപ്പിട്ട് ഇത് 2 ദിവസം ഇങ്ങനെ ഈ തൈരിലും ഉപ്പിലും കൂടിയിട്ട് ഈ മുളക് കിടക്കണം.
എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെടുത്ത് വെയിലത്തിട്ട് ഉണക്കുക. എന്നിട്ട് വൈകുന്നേരം ആയി കഴിഞ്ഞിട്ട് വെച്ചാൽ വീണ്ടും ഈ പാത്രത്തിൽ തന്നെ കൊണ്ടുവന്നിട്ട് ഈ തൈരിൽ തന്നെ ഇട്ട് വെക്കണം. ഇട്ട് വെച്ചിട്ട് അങ്ങനെ പിറ്റത്തെ ദിവസം ഉണക്കിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും കൊണ്ടുവന്നിട്ടിട്ട് ഈ പാത്രത്തിലെ തൈര് കഴിയണത് വരെ അങ്ങനെ ഇടണം. എന്നിട്ട് പിന്നെ നന്നായി ഉണക്കിയെടുത്തിട്ട് നമുക്ക് ഒരു ടിന്നിലിട്ട് അടച്ച് വെച്ചിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എത്ര കാലം വേണമെങ്കിലും ഇരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ ബൈ ബൈ.